നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലെ നീക്കങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് എതിർപ്പുള്ള ഒരു കാര്യം ജീക്സനെ കൈവിട്ടതും അതുപോലെ ദിമിത്രിയോസ് ഡയമൻഡോസിനെ കൈവിട്ടതുമായിരിക്കും. ഇപ്പോൾ ആ ട്രാൻസ്ഫറുകളെ കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ കരോലിസ് കിൻസ്കിസ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും ഡയമൻഡോസിന്റെ കാര്യത്തിൽ സംഭവിച്ചത് ഡയമൻഡോസ് ദ റിയാലിറ്റി ഈസ് ദാറ്റ് ഹി ഡിസൈഡഡ് ടു ലീവ്. ക്ലബ്ബ് വിട്ടുപോകാൻ ഡയമൻഡോസ് ആണ് തീരുമാനിച്ചത്. ആ കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് എസ്. അതേസമയം ജീക്സന്റെ കാര്യത്തിൽ ഒരു വർഷം മുമ്പ് തന്നെ ഇതിന് റെഡി ആയിരുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തില് കരോലിസ് പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് നോക്കാം. അദ്ദേഹം പറയുന്നു, ജീക്സന്റെ കാര്യത്തിൽ ഒരു വർഷം മുമ്പേ നമ്മൾ റെഡി ആയിരുന്നു. ഇവിടെയുള്ള യങ് പ്ലെയേഴ്സിന്റെ പൊട്ടൻഷ്യലിൽ നമുക്ക് വിശ്വാസമുണ്ട്. അതേസമയം ഡയമൻഡോസിന്റെ കാര്യത്തിൽ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ അദ്ദേഹമാണ് ക്ലബ്ബ് വിട്ടുപോകാൻ തീരുമാനിച്ചത്. അപ്പൊ അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് ഒരു ചലഞ്ച് തന്നെയായിരുന്നു. ഈസസ് ഹിമനസിനെ നമ്മൾ കൊണ്ടുവന്നു. അദ്ദേഹത്തിന് നല്ല ക്വാളിറ്റി ഉണ്ട്. അദ്ദേഹത്തിന്റെ എനർജി, ന്യൂ എനർജി, അത് തീർച്ചയായിട്ടും ഡയമൻഡോസിന് ഈക്വലി ഗുഡ് റീപ്ലേസ്മെന്റ് ആണ്. ഞാൻ എന്തായാലും താരങ്ങളെ അങ്ങനെ കമ്പയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല, കാരണം ഇത് ടീം സ്പോർട്ടാണ് എന്നുകൂടി ഇപ്പോൾ കരോലിസ് കിൻസ്കിസ് പറഞ്ഞു വെക്കുന്നുണ്ട്. അതേസമയം ബ്ലാസ്റ്റേഴ്സ് ഈസസ് ഹിമനസിനെ കൊണ്ടുവരാൻ വൈകി എന്നുള്ളൊരു പ്രശ്നം കൂടി ആരാധകർ ഉന്നയിക്കാറുണ്ടല്ലോ. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നു, നമ്മുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് നേരത്തെ തന്നെ സൈനിങ് പൂർത്തിയാക്കുക എന്നുള്ളതായിരുന്നു. ഐഡിയലി അത് പ്രീ സീസൺ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നടക്കേണ്ടതായിരുന്നു. പക്ഷെ അത് ഞാൻ നിഷേധിക്കുന്നില്ല. എന്നാൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ നല്ല സ്റ്റാൻഡേർഡ്, നമ്മൾ ആഗ്രഹിക്കുന്ന സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന താരത്തെ വേണം കിട്ടാൻ. കേരള ബ്ലാസ്റ്റേഴ്സിനെ മികച്ച രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ കഴിയുന്ന താരത്തെ വേണം കൊണ്ടുവരാൻ. അപ്പൊ നമ്മൾ കഴിഞ്ഞ മെയ് മാസത്തിൽ തന്നെ ഫസ്റ്റ് ഓഫർ, ഒരു പക്ഷേ മേ ബി ഈവൺ എൻഡ് ഓഫ് ഏപ്രിൽ തന്നെ ഫസ്റ്റ് ഓഫർ കൊടുത്തിരുന്നു. നമ്മൾ ശ്രമിച്ചിരുന്നു. ഏതായാലും നേരത്തെ സംഭവിക്കണമായിരുന്നു എന്നുള്ളത് ഞാൻ എഗ്രി ചെയ്യുന്നു. ഏതായാലും ഭാവിയിൽ ഇങ്ങനെയുള്ള സംഗതികൾ ഉണ്ടാവാതിരിക്കാൻ ഞാൻ ശ്രമിക്കും. മേ ബി സം അഗ്രസീവ് ആക്ഷൻസ് ആർ നീഡഡ് ഏർലിയർ എന്നുകൂടി അദ്ദേഹം ഇപ്പോൾ തിരിച്ചറിയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.